ഇതെന്താ ഡോക്ടർ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ കുത്തി കുത്തി ചോദിക്കുന്ന? പോലീസ് പ്രതിയെ ചോദ്യം ചെയ്യുന്ന പോലെ. എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിരുന്നു. അവളെ ലൈബ്രറിയിലുണ്ടെന്നും അങ്ങോട്ട് ചെന്ന് കാണാമെന്നും പറഞ്ഞു. അവിടെ ചെല്ലുന്നതിന് മുൻപ് അവളെ വിളിച്ചു പറഞ്ഞു ആ കൂൾ ബാറിൽ വെച്ച് കാണാമെന്ന്. അവിടെ പോയി ഞങ്ങൾ ഒരു ഐസ്ക്രീം കഴിച്ചു, കുറച്ചു നേരം സംസാരിച്ചു. ഇത്രയാ ഉണ്ടായത്. ഇനി എന്തെങ്കിലും അറിയണോ? അതിന് താനിങ്ങനെ ഇറിറ്റേറ്റഡ് ആവുന്ന എന്തിനാ? ഞാൻ ചോദിച്ചെന്നല്ലേ ഉള്ളൂ. ഇറിറ്റേറ്റഡ് ആവാതെ പിന്നെ? ഞാനൊന്ന് പുറത്തു പോയതിന് ഇത്ര ഇഷ്യൂ ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ? എടോ, അതിനിപ്പോ ഇവിടെ ആര് എന്ത് ഇഷ്യൂ ആക്കിയെന്ന? താൻ എവിടെ പോയതാണെന്ന് ജസ്റ്റ് ഒന്ന് ചോദിച്ചെന്നല്ലേ ഉള്ളൂ. അതിന് തനിക്കിത്ര ഫീൽ ചെയ്യേണ്ട കാര്യം എന്താ? തനിക്ക് വയ്യാതിരിക്കുന്നുണ്ടാവും ഇങ്ങനെ ഇറിറ്റേറ്റഡ് ആവുന്നത്. സാരമില്ലടിയ, ഒന്ന് ഉറങ്ങി എണീക്കുമ്പോഴേക്കും എല്ലാം ശരിയാവും. താൻ തൽക്കാലം റെസ്റ്റ് എടുക്കാം. ഓക്കെ? ഇതിടണോ? നമ്മളിപ്പോ എങ്ങോട്ടാ പോകുന്നു? അത് ശരി. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതൊക്കെ വി പി മറന്നോ? ഇന്നാണ് വി പിയുടെ കേസ് കോടതിയിൽ വച്ചിരിക്കുന്നത്. അതിനു വേണ്ടിയാണ് നമ്മൾ പോകുന്നത്. കേസോ? എന്ത് കേസ്? എനിക്ക് കേസൊന്നുമില്ലല്ലോ. ഞാൻ വരുന്നില്ല. എനിക്ക് എവിടെയും കേസൊന്നുമില്ല. എന്താ വി പി ഇത്? കുറച്ചു മുമ്പ് ഞാൻ എല്ലാം വി പിക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തന്നതല്ലേ? അപ്പോൾ വി പിക്ക് എല്ലാം മനസ്സിലായെന്ന് പറഞ്ഞല്ലോ. എന്താ കേസ്? അപ്പുവിന് വേണ്ടി ആരോ വി പിക്കെതിരെ മനുഷ്യാവകാശ കമ്മീഷനിൽ പരാതി കൊടുത്തില്ലേ? അതിൻ്റെ കാര്യം സത്യമാണെന്നറിയാൻ വേണ്ടി കോടതി ഒന്ന് വിളിപ്പിക്കുന്നതേ ഉള്ളൂ. കോടതി ചെല്ലുമ്പോൾ അപ്പുവായിട്ട് വി പിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്നൊക്കെ ചോദിച്ചു എന്ന് വരും. പിണക്കമൊന്നും ഇല്ലെന്നേ വി പി പറയാവൂ കേട്ടോ. അപ്പുവിനെ ഇനി ഉപദ്രവിക്കുകയോ ഭീഷണിപ്പെടുത്തുകയോ ചെയ്യുമോ എന്ന് ചോദിച്ചാലും ഇല്ലെന്നേ പറയാവൂ. ഞാൻ വരുന്നില്ല. അവിടെ ഒരുപാട് ആൾക്കാരുണ്ടാവില്ലേ? അവരെല്ലാം കൂടി എന്നെ... എന്തിനാ വി പി പേടിക്കുന്നേ? ഞാനും വക്കീലും അപ്പും ഒക്കെ ഉണ്ടല്ലോ കൂടെ. ആരും വി പി ഒന്നും ചെയ്യില്ല. പോരെ വി പി? ഇതാ ഇതുപോലെ കുറച്ചു നേരം അവർ പറയുന്നിടത്ത് നിന്നാൽ മാത്രം മതി. നമുക്കപ്പം തന്നെ തിരിച്ചു പോരുകയും ചെയ്യാം. വക്കീൽ ഇപ്പം വരും. എന്നിട്ട് നമുക്ക് പോവാം. ഞാൻ ഇപ്പം വരാമേ. അല്ല, അവിടെ ആൾക്കൂട്ടം ഇല്ല. വി പി ഇരിക്കും. അവിടെ അവരെല്ലാരും കണ്ടിട്ടുണ്ടാവും. അമ്മ, നന്ദൻ വിളിച്ചിരുന്നോ? ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കാന്ന് പറഞ്ഞു. എല്ലാവരും റെഡി ആയില്ലേന്ന് ചോദിച്ചു.
ബീപ്പ് റെഡിയായോ അമ്മ? ആദ്യമെല്ലാം മൂളി കേട്ടിട്ട് ഇപ്പൊ റെഡിയായി കഴിഞ്ഞപ്പോൾ വരുന്നില്ല എന്ന് പറഞ്ഞ് നിൽക്കുകയായിരുന്നു. ഞാൻ വീണ്ടും ഒരുവിധം പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ടുണ്ട്. അപ്പോ നന്ദൻ വരുന്നതിന് മുമ്പ് എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. കോടതിയിൽ പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്ന് നിന്നോടും വി പിയോടും എന്തൊക്കെ ചോദ്യങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം നീ എനിക്ക് ഉറപ്പ് തരണം. കോടതിയുടെ ഭാഗത്തുനിന്ന് എന്തൊക്കെ ചോദ്യങ്ങളുണ്ടായാലും അതിനൊന്നും വി പിക്ക് ദോഷകരമായി വരുന്ന ഒരു മറുപടി നിന്റെ ഭാഗത്തുനിന്നുണ്ടാവരുത്. നമ്മൾ 3 പേരും കൂടിയാണ് ഈ വീട്ടിൽ നിന്ന് പോകുന്നത്. തിരിച്ച് ഈ വീട്ടിലേക്ക് വരുന്നതും നമ്മൾ 3 പേര് തന്നെ ആകണം. നിന്റെ കമ്മ്യൂണിറ്റിയിലുള്ള ആരൊക്കെയോ വി പിക്കെതിരെ മൊഴി കൊടുക്കണമെന്ന് പറഞ്ഞ് നിന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ അപ്പോൾ അവർക്ക് വേണ്ടി ആവരുത്, വി പിക്ക് വേണ്ടി ആവണം നീ കോടതിയിൽ സംസാരിക്കേണ്ടത്. എന്താ അപ്പോ അങ്ങനെ ഒരു ഉറപ്പ് നീ എനിക്ക് തരില്ലേ? അപ്പു, ഞാൻ നിന്നോടാ ചോദിച്ചത്. കോടതിയിലെ കാര്യങ്ങൾ എങ്ങനെയാ മൂവ് ചെയ്യുന്നതെന്ന് നമുക്കിപ്പോഴേ ഊഹിക്കാനാവില്ലല്ലോ അമ്മ. കോടതിയിലെ കാര്യമല്ല എനിക്കറിയേണ്ടത്, നിന്റെ തീരുമാനം എന്താണെന്നാ. നീ ഇപ്പം നിന്റെ അച്ഛനാണ്, അത് മറന്നു പോകരുതപ്പോ. ആ, നന്ദൻ സാർ വന്നു തോന്നുന്നു. അയ്യപ്പോ, എല്ലാവരും റെഡിയല്ലേ? ആ, റെഡിയാണ് സാർ. ഞങ്ങൾ സാറിനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. നന്ദൻ വെറുതെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ഞങ്ങളൊരു ടാക്സി എടുത്ത് വരുമായിരുന്നു. അതൊന്നും സാരമില്ല മാഡം. പോകുന്ന വഴി ബി.പി നമ്മളായിട്ടൊന്ന് മിങ്കിളായിക്കോട്ടെ എന്ന് കരുതി. കോടതിയിലെത്തുമ്പോൾ ഒരു സ്ട്രേഞ്ച് അറ്റ്മോസ്ഫിയർ ആയിരിക്കുമല്ലോ. അല്ല, ആളെവിടെ? റെഡിയായില്ലേ? ആള് റെഡിയായിരിക്കാം, ഞാൻ വിളിക്കാം. പിന്നെ എന്തെങ്കിലും ഡെവലപ്മെന്റ്സ് ഉണ്ടായോ? അപ്പോൾ ദക്ഷ അഗ്നിയെ മറ്റേ വിളിച്ചിരുന്നു. കുറച്ചു മുമ്പ് കൂടി അഗ്നി വിളിച്ചിരുന്നു. അവര് പറഞ്ഞ പോലെ മൊഴി കൊടുക്കണമെന്ന് പറഞ്ഞു. എന്നിട്ട് താനത് ഓക്കെയോ പറഞ്ഞോ? ബി.പി, എന്തിനാ കഥകൾ ലോക്കിയിരിക്കുന്നേ? വാതിൽ തുറക്ക്. ബി.പി, വാതിൽ തുറക്ക്, നമുക്ക് പോണ്ടേ? ബി.പി, വാതിൽ തുറക്ക്. ബി.പി, ബി.പി, തുറക്ക്. ബി.പി, ബി.പി, കഥകൾ തുറക്ക്. ബി.പി, തുറക്കല്ലേ പറഞ്ഞേ? എന്താ അമ്മ? എന്തു പറ്റി? ബി.പി ഡോർ ലോക്ക് ചെയ്തിരിക്കുക. കോടതിയിൽ വരുന്നില്ലെന്നും മറ്റോ പണിക്കർ സാർ പറഞ്ഞിരുന്നു. പേടിയാന്നൊക്കെ പറഞ്ഞിരുന്നു, പക്ഷെ ഒടുവിൽ വരാൻ സമ്മതിച്ചതാ. പണിക്കർ സാർ, പണിക്കർ സാർ, ബി.പി, വാതിൽ തുറക്ക്. സാർ, വാതിൽ ഓർക്ക് സാർ. ബി.പി, പണിക്കർ സാർ, ബി.പി, വാതിലൊന്ന് തുറക്ക്. സാർ തുറക്കണം സാർ. സാർ, ബി.പി, സാർ ഒന്ന് തുറക്ക്. ബി.പി, എന്ത് ചെയ്യാ അവിടെ? പണിക്കർ സാർ, ബി.പി, വാതിൽ തുറക്ക് സാർ. തുറക്ക്. ബി.പി, സാർ പ്ലീസ്. ബി.പി, പോകാൻ സമയായി, തുറക്ക്. സാർ, സാർ തുറക്കണം സാർ. തുറക്കല്ലേ പറഞ്ഞത്? സാർ, ബി.പി, എന്താ ബി.പി, എന്തിനാ ഡോർ ലോക്ക് ചെയ്തത്? എന്താ സാർ? സാർ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. എനിക്കാരെയും പേടിയൊന്നുമില്ല. എവിടെ വരണ്ട്? ഞാൻ റെഡിയാ. ഈ ബെൽറ്റ് നിട്ടോ. പണിക്കർ സാറിന് കോടതിയിൽ പറയേണ്ട കാര്യങ്ങളൊക്കെ മാഡം പറഞ്ഞു തന്നിട്ടില്ലേ? പോവാം. സാർ വരൂ. വാ ബി.പി. ഗീത, എന്താ ബി.പി? എന്നെ ജയിലിൽ കൊണ്ടുപോയാലും സങ്കടപ്പെടരുത്. ബി.പി, എന്താ ഇങ്ങനെ പറയുന്നേ? അങ്ങനെയൊന്നും സംഭവിക്കില്ല. സംഭവിക്കും, എനിക്കറിയാം. ഇയാള് വിഷമിക്കരുത്.
പോവാം. വക്കീലെ, പോവാം. സാർ, ഏ? ഇവിടെ കയറിക്കോളൂ. ആ, കാറ് കൊണ്ടുവന്നുണ്ടോ? അപ്പോൾ കയറി. മാഡം കയറിക്കോളൂ. നന്ദൻ, ഒരു മിനിറ്റ്. എന്താ മാഡം? നന്ദൻ, ഒരു കാര്യം ചോദിച്ചാൽ എനിക്ക് സത്യസന്ധമായ മറുപടി കിട്ടണം. മാഡം ചോദിച്ചോളൂ. അപ്പു കോടതിയിൽ വി പിക്ക് അനുകൂലമായി മൊഴി കൊടുക്കുമെന്ന് നന്ദൻ ഉറപ്പുണ്ടോ? ഞാൻ ചോദിച്ചപ്പോൾ അങ്ങനൊരു ഉറപ്പ് അപ്പുവിൻ്റെ ഭാഗത്തുനിന്ന് ഇതുവരെ കിട്ടിയിട്ടില്ല. എനിക്കും അക്കാര്യത്തിൽ അപ്പോൾ ക്ലിയർ കട്ടായ ഒരു മറുപടി ഇതുവരെ തന്നിട്ടില്ല. അപ്പു അവളുടെ കമ്മ്യൂണിറ്റിക്ക് അനുകൂലമായി മൊഴി കൊടുത്താൽ വി പി ശിക്ഷിക്കപ്പെടുന്ന ഉറപ്പല്ലേ? ഉറപ്പാണോ എന്ന് ചോദിച്ചാൽ സത്യസന്ധമായി പറഞ്ഞ യെസ്, ദർ ഇസ് എ ചാൻസ്. ഒന്നുകിൽ വി പി റിമാൻഡ് ചെയ്യും, പിന്നെ സൈക്കിക് ഡിസോർഡർ എന്നൊരു ഇളവ് കിട്ടിയാൽ ചിലപ്പോൾ കോടതി ഏതെങ്കിലും മെൻ്റൽ അസൈലത്തിലേക്ക് റെഫർ ചെയ്തെന്നിരിക്കും. കമ്മീഷൻ നേരിട്ട് ഇടപെട്ട കേസായതുകൊണ്ട് അപ്പുവിൻ്റെ മൊഴി കൂടി അഗെയിൻസ്റ്റ് ആയ നമ്മുടെ റിസ്ക് ഫാക്ടർ കൂടും. അപ്പോൾ വി പി ഇവിടേക്ക് തന്നെ തിരിച്ചു വരുമെന്ന് ഉറപ്പൊന്നുമില്ല അല്ലേ നന്ദൻ? ഏത് സാഹചര്യവും നമ്മൾ ഫേസ് ചെയ്യാൻ തയ്യാറായിരിക്കണം മാഡം. മാഡം, എന്താ ഇത്? പണിക്കർ സാറിന് ധൈര്യം നൽകേണ്ട മാഡം ഇങ്ങനെ തുടങ്ങിയാലോ? പ്ലീസ് വരൂ മാഡം, നമുക്ക് പോവാം. ഇല്ല നന്ദൻ, ഞാൻ വരുന്നില്ല. വി പി എന്നോടൊപ്പം തിരികെ കൊണ്ടുവരാൻ പറ്റുന്ന ഉറപ്പില്ലാത്തൊരിടത്തേക്ക് എനിക്ക് വരാൻ പറ്റില്ല നന്ദൻ. ഭ്രാന്താശുപത്രിയിലേക്കായാലും ജയിലിലേക്കായാലും വി പിയെ കയ്യാമം വെച്ച് കൂട്ടിക്കൊണ്ടുവന്ന കാഴ്ച കണ്ടു നിൽക്കാൻ എനിക്കാവില്ല നന്ദൻ. ഞാൻ എങ്ങനെയാ അത് സഹിക്കുക? വേണ്ട നന്ദൻ, ഞാനില്ല. ബി പിയോട് ഞാനിങ്ങ് എത്തിക്കോളാം എന്ന് പറഞ്ഞാൽ മതി. ഞാൻ വരുന്നില്ല, കൊണ്ടുപോയിക്കോളൂ. ഈശ്വരന് ഇഷ്ടമുണ്ടെങ്കിൽ ബി പി എനിക്ക് തിരിച്ചു തരട്ടെ. കൊണ്ടുപോയിക്കോ നന്ദൻ, കൊണ്ടുപോയിക്കോ. ശരി, എന്നാ മാഡം വരണ്ട. പണിക്കർ സാറിനെ ഈ വീട്ടിലേക്ക് തിരികെ കൊണ്ടുവരാൻ എനിക്ക് സാധ്യമാകുന്നതെല്ലാം ഞാൻ ചെയ്തിരിക്കും. മാഡം സമാധാനമായിട്ടിരിക്കെ. സർ, അമ്മ. അപ്പോൾ കയറിക്കോളൂ, അമ്മ വന്നോളൂ. എന്റെ ബലമായ സംശയം ഇന്ന് വിജയ് പണിക്കർ കേസിന് ഹാജരാകില്ലെന്ന് തന്നെയാണ്. എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. വല്ല അറ്റാക്ക് എന്നോ ശാരീരിക അസ്വസ്ഥയെന്നോ ഒക്കെ പറഞ്ഞ് വേണമെങ്കിൽ ട്രയലിൽ നിന്ന് ഒഴിവാകാമല്ലോ. അതിനുള്ള ബുദ്ധി നമ്മുടെ നന്ദൻ സാർ ഉപദേശിച്ചിട്ടുണ്ടാവും. അങ്ങനെ സംശയിക്കാം. എന്നാലും നന്ദൻ സാറിൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു ചതി ഒട്ടും പ്രതീക്ഷിച്ചില്ല. അങ്ങനെ എന്തിനാ ആ പണിക്കരുടെ വക്കാലത്ത് ഏറ്റെടുത്തതെന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാവുന്നില്ല. അത് മാത്രമല്ലല്ലോ, അപ്പുവിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി നമ്മുടെ കൂടെ നിർത്തേണ്ടതിന് പകരം അയാൾക്ക് അനുകൂലമായി മൊഴി കൊടുക്കാൻ പ്രേരിപ്പിക്കുകയല്ലേ
ചേച്ചി പറഞ്ഞ പോലെ ഇങ്ങനൊരു കരിങ്കാലി പണി അയാളിൽ നിന്നുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചതേയില്ല. നന്ദൻ സാർ അപ്പു എത്തിയല്ലോ. നമ്മൾ ഉദ്ദേശിച്ച പോലെ പണിക്കർ സാർ മുങ്ങിന്നാ തോന്നുന്നേ. വരണം സാർ. സാർ വരണം. അപ്പോൾ വക്കീൽ രണ്ടും കൽപ്പിച്ചുള്ള പുറപ്പാടാണല്ലോ. നീ വാ. നമസ്കാരം വക്കീൽ സാറേ. ആഹാ, രണ്ടാളുണ്ടല്ലോ. നമസ്കാരം. നിങ്ങൾ നേരത്തെ എത്തിയോ? എന്നിട്ടെന്ത് ഇവിടെ തന്നെ നിന്ന് കളഞ്ഞ് കയറുന്നില്ലേ? അത് കൊള്ളാം. കേസിൽ കക്ഷി ചെയ്യുന്ന സ്ഥിതിക്ക് ഞങ്ങൾ കയറാതിരിക്കുമോ? പ്രതിയും പ്രതിഭാവം വക്കീലും ഒക്കെ ഹാജരാകുമെന്ന് അറിഞ്ഞിട്ട് കയറാമെന്ന് കരുതി. സാർ ഇങ്ങനൊരു മനുഷ്യന് വേണ്ടി വക്കാലത്ത് ഏറ്റെടുക്കുമെന്ന് ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഞങ്ങൾക്ക് വേണ്ടി എന്നൊക്കെ പറഞ്ഞ് കൂടെ നിന്നിട്ട് സാർ ഇതുപോലെ ഒരാളുടെ കേസ് എടുക്കണ്ടായിരുന്നു. ഈ കേസ് ഏറ്റെടുക്കണമെന്ന് ഞാനൊട്ടും വിചാരിച്ചതല്ല. പക്ഷേ ചില പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ട് എനിക്ക് പണിക്കർ സാറിൻ്റെ വക്കാലത്ത് എടുക്കേണ്ടി വന്നു. അതിനുള്ള സാഹചര്യം എന്തായിരുന്നു എന്ന് ഞാൻ നിങ്ങളോട് പിന്നീട് വ്യക്തമാക്കാം. വേണമെന്നില്ല സാർ. സാറിനെ പോലൊരാൾ ഇത്ര പെട്ടെന്ന് മലക്കം അറിയണമെങ്കിൽ അതിൻ്റെ കാരണം എന്തായിരിക്കുമെന്ന് ഞങ്ങൾക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. ഏതായാലും കേസിൻ്റെ ആദ്യ ദിവസം തന്നെ സാറിന് പ്രതിയെ ഹാജരാക്കാൻ തോന്നിയല്ലോ. അതിന് നന്ദിയുണ്ട്. പണിക്കർ സാറിന് കോടതിയിൽ ഹാജരാക്കാതിരിക്കേണ്ട കാര്യമുണ്ടെന്ന് തോന്നിയില്ല. പിന്നെ ആരാണ് പ്രതിയെന്നൊക്കെ കോടതിയല്ലേ ദക്ഷ തീരുമാനിക്കേണ്ടത്. അതിനു മുമ്പ് നമ്മളൊരു മുൻവിധിയിലെത്തുന്നത് മോശമല്ലേ? ഏതായാലും നിങ്ങൾ നിരാശപ്പെടേണ്ട കാര്യമില്ല. പ്രോസിക്യൂട്ടർ രാംദാസ് സാറാണ് നിങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നത്. ഒരു നല്ല പ്രകടനം കാഴ്ചവെക്കാൻ അദ്ദേഹത്തിന് കഴിയും. എന്നാൽ പിന്നെ അങ്ങോട്ട് പോവാം. ട്രയൽ തുടങ്ങാറായി. ഞങ്ങൾ അപ്പോയിട്ട് സംസാരിക്കുന്നതിൽ സാറിന് വിരോധമുണ്ടോ? ഏയ്, എന്ത് വിരോധം? ഒരു വിരോധവുമില്ല. അപ്പോ സാർ, നമുക്ക് അങ്ങോട്ട് പോവാം. വരൂ സാർ. അപ്പോൾ എന്ത് തീരുമാനിച്ചു? അച്ഛനാണെന്നുള്ള സെൻറ്റിമെൻറ്റ്സ് അപ്പൂനുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ അങ്ങനൊരു സെൻറ്റിമെൻറ്റ്സിന് ആ മനുഷ്യൻ അർഹനാണോ എന്ന് ചിന്തിക്കേണ്ടത് അപ്പുവാണ്. ആ മനുഷ്യൻ തന്നോട് തന്റെ അമ്മയോട് ചെയ്ത ക്രൂരതകൾ അപ്പോ ഒരിക്കലും മറന്നു പോരുത്. ഇത് താനും തൻ്റെ അച്ഛനുമായി മാത്രമുള്ള കേസല്ലെന്ന് അപ്പുവിന് ഓർമ്മ വേണം. തന്നെപ്പോലെ പീഡനം നേരിടുന്ന ഒരുപാട് പേർക്ക് നീതിയും സംരക്ഷണവും കിട്ടാൻ വേണ്ടി മാത്രമാണ് നമ്മുടെ സംഘടന ഈ കേസിൽ കക്ഷി ചേർന്നിരിക്കുന്നത്. വ്യക്തിപരമായ ഏത് സെൻറ്റിമെൻറ്റ്സിനേക്കാളും വലുതാണ് നമ്മളെപ്പോലെ ദുഃഖവും ദുരിതവും അനുഭവിക്കുന്ന ഒരുപാട് പേരടങ്ങുന്ന ഒരു സമൂഹത്തിനോടുള്ള കമ്മിറ്റ്മെൻറ്റ്. അതപ്പോൾ മറന്നു പോകരുത്. നമ്മളിപ്പോൾ കോടതി മുറ്റത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് കളമശ്ശേരി മെഡിക്കൽ കോളേജിൻ്റെ മോർച്ചറിയിൽ പോസ്റ്റ്മോർട്ടം കാത്തു കിടപ്പുണ്ട്. ഇന്നലെ രാത്രി ആത്മഹത്യ ചെയ്ത ജാനകി എന്ന ട്രാൻസ്ജെൻഡറിൻ്റെ ബോഡി. വീട്ടുകാരുടെ ഉപദ്രവവും ഭീഷണിയും സഹിക്കാനാവാതെ ട്രെയിനിന് മുന്നിൽ ചാടി ജീവൻ ഒടുക്കുമായിരുന്നു ജാനകി. അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ജാനകിമാരും ലൗലിയും സൂസന്നയും സലോമിയൊക്കെ ഇനിയുണ്ടാവണോ? മറ്റുള്ളവരെ പോലെ നമുക്കും ഈ ലോകത്ത് സമാധാനത്തോടെ സുരക്ഷയോടെ ജീവിക്കേണ്ടേ? അപ്പൂനെ പോലുള്ളവർ ധൈര്യപൂർവ്വം മുന്നോട്ട് വന്നാലേ നമ്മുടെ കമ്മ്യൂണിറ്റി സ്വന്തം വീടുകളിൽ അനുഭവിക്കുന്ന കൊടിയ പീഡനത്തിന് ഒരു അറുതി ഉണ്ടാവും. കോടതിയിൽ നന്ദൻ സാർ അപ്പൂൻ്റെ അച്ഛനു വേണ്ടി വാദിച്ചോട്ടെ. പക്ഷെ അപ്പു നിൽക്കേണ്ടതും അനുകൂലമായി മൊഴി കൊടുക്കേണ്ടതും നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ആവണം. അപ്പോൾ ഞങ്ങൾ ചതിക്കില്ലെന്ന് വിശ്വസിച്ചോട്ടെ. ഞാൻ ഒരിക്കലും നമ്മുടെ കമ്മ്യൂണിറ്റിയോട് നീതികേട് കാണിക്കില്ല. നമ്മുടെ ഐഡന്റിറ്റിക്ക് സ്വന്തം വീടുകളിൽ നിന്ന് തന്നെ ആവണം ആദ്യം അംഗീകാരം കിട്ടേണ്ടത്. അതിനുവേണ്ടിയാവും എൻ്റെ ഓരോ ശ്രമവും.